ബിഗ് ബോസിന്റെ ഒക്കെ റിവ്യൂ ചെയ്യുന്നവർ വരെ ബിഗ് ബോസിനകത്തേക്ക് പോകുന്ന സാധ്യതകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്നോട് പലരും പേഴ്സണലി എന്നെ അറിയാവുന്നവർ വരെ ചോദിക്കുന്നുണ്ട്, അതെ ഇത്രയൊക്കെ കിടന്ന് നീ തൊള്ള തുറക്കുന്നുണ്ടല്ലോ, നിനക്കൊന്ന് ബിഗ് ബോസ് ഇപ്പൊ കൂടെയെന്ന്. എന്നെ വിളിക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും ഇൻ ഫ്യൂച്ചർ അങ്ങനെ വിളിച്ചാലേ ഞാൻ പോകുന്നുള്ളൂ. അതായത് ഞാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ പൊക്കോളാം, ഞാൻ കോമണറായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് മെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സീസണിൽ ഉണ്ടാകില്ല, അടുത്ത സീസണിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അതായത് കോമണേഴ്സിന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോമണേഴ്സിൽ നിന്ന് ആരായിരിക്കണം ബിഗ് ബോസ് സീസൺ 8 പോകേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് 1-2 പേരൊക്കെ എന്നോട് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് നേരിട്ട് എന്നോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ അവർക്ക് കിട്ടിയ കുറച്ച് പേരെയൊക്കെ എനിക്ക് അറിയാം. പക്ഷെ അതൊരു കിട്ടൽ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് സീസൺ 8 ഇനിയും കടമ്പകൾ ഉണ്ട് എന്നുണ്ട്. അപ്പൊ അവര് അടുത്ത ഒരു കടമ്പ, അതായത് ഈ പറഞ്ഞ അഗ്നി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഈ പറയുന്ന ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിന്റെ പിറകെ നടക്കുന്നവരാണ്. ഇതിന്റെ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിറകെ നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ ശരിക്കും എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതിൽ, അത് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ബിബി ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് തെലുങ്കില് അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് തെലുങ്ക് ബിഗ് ബോസില് സീസൺ 9 ഈ പറയുന്ന അഗ്നി പരീക്ഷ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ 45 കോമണേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്തത്. അവരുടെ വീഡിയോ ആപ്ലിക്കേഷനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ടോപ്പ് 15 വരെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ആ ടോപ്പ് 15 ആണ് പിന്നീട് ഗ്രീൻ റെഡ് സിഗ്നൽ ഒക്കെ വഴിയിട്ട് അടുത്ത ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോയത്. അപ്പോൾ ജഡ്ജസ് ഈ ഗ്രീൻ അല്ലെങ്കിൽ റെഡ് സിഗ്നൽ കാണിക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാറിലുള്ള കാര്യം തന്നെയാണ്. അതായത് തെലുങ്ക് ബിഗ് ബോസിനകത്ത് എങ്ങനെയാണ് ആ സെലക്ഷൻ പ്രോസസ് നടന്നത് എന്ന്. ജഡ്ജസ് ഗ്രീൻ അല്ലെങ്കിൽ റെഡ് കാണിക്കുക അവരുടെ പെർഫോമൻസിനനുസരിച്ച്. പിന്നെ ഒരു യെല്ലോ കാർഡ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുകയാണെങ്കിൽ, ഫിസിക്കൽ സ്ട്രെങ്ത്, മെന്റൽ എബിലിറ്റി, അതുപോലെ ഹ്യൂമർ മസ്റ്റായിട്ട് വേണം. പക്ഷേ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഹ്യൂമർ ഉണ്ടാക്കരുത്. പകരം നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തമാശകളൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഇതിൽ ബേസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 ഗ്രീൻ കാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ടോപ്പ് 15 പോകാം. ഇനി 3 റെഡ് കാർഡ് ആണെങ്കിൽ നിങ്ങൾ ഔട്ടായി പോകും. 1-2 ഗ്രീൻ കാർഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഓൺ ഹോൾഡ് ആയിട്ടിരിക്കും. അതായത് നിങ്ങൾക്ക് വീണ്ടും ഒരു ടാസ്ക് തന്ന ഒരു റൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേഴ്സ്റ്റ് പ്ലെയർ ആയിട്ടുള്ള യെല്ലോ കാർഡ് സിസ്റ്റവും ഉണ്ട്. അതായത് ഒട്ടും സ്ക്രീൻ പ്രസൻസോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾ പാസീവായി പോയി എങ്കിൽ, നിങ്ങൾ ഒരു മൂലയ്ക്കായി പോയി എങ്കിൽ നിങ്ങൾ വേഴ്സ്റ്റ് പ്ലെയർ ആയിട്ടുള്ള യെല്ലോ കാർഡ് കിട്ടി നിങ്ങൾ പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകും. സോ ഫൈനലായിട്ട് ഈ പറഞ്ഞ ടോപ്പ് 15 നിന്ന് ചിലർ പബ്ലിക് വോട്ട് വഴിയിട്ടും ചിലർ ജഡ്ജസിന്റെ ഡയറക്റ്റ് പിക്ക് വഴിയുമാണ് സെലക്ട് ആവുക. ജഡ്ജസിന് ഡയറക്ട്ലി തീരുമാനിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി മലയാളം വേർഷൻ രജിസ്ട്രേഷൻ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു, അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ മൈജി വഴിയിട്ടും വൈറ്റ് ഗോൾഡ് വഴിയിട്ടും ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു മിഡ് ജൂലൈ, അതായത് ഇപ്പോൾ ഈ ഒരു 2-3 ഒരാഴ്ചക്കകത്ത് ഇതിന്റെ ടെലികാസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങാം. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇനിയും കൺഫേം ആകാനുണ്ട്. പക്ഷെ ഈ ഒരു പാറ്റേണിൽ നിന്ന് വലിയൊരു ഡീവിയേഷൻ ഉണ്ടാകില്ല. അതായത് തെലുഗു ബിഗ് ബോസ് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് പറയാൻ പോകുന്നത് ഓരോ സ്റ്റേജ് ആയിട്ട്. അത് നിങ്ങളുടെ ആ ഒരു ടിപ്സ് ആണ്. ഇത് ഞാൻ കുറച്ചധികം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് യൂസ്ഫുൾ ആകുന്ന ഒരാൾ ഇതിലുണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയും കൊണ്ട് വന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ വീഡിയോ, പിന്നെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, ദെൻ ടാസ്ക് റൗണ്ട്, ഇത് 3 അതിൽ ആപ്ലിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇതിന്റെ ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അപ്ലൈ ചെയ്തു. അതിൽ കുറച്ച് പേരൊക്കെ സെലക്ട് ആയിട്ടുണ്ട്, അവരെനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ ഏതൊരു വീഡിയോ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിലൊരു 10 സെക്കൻഡെങ്കിലും ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഹുക്ക് ഉണ്ടായിരിക്കണം. ആ ഹുക്കിൽ പിടിച്ചിരുത്താൻ പറ്റണം.
അപ്പോൾ ജഡ്ജസ് ഒരുപാട് പേരുടെ ആയിരക്കണക്കിന് വീഡിയോസാണ് കാണുന്നത്. അതിൽ നിന്ന് ആ ഇംപ്രഷൻ കൊണ്ടുവരുന്ന ആദ്യത്തെ ഹുക്ക് അത് നിങ്ങൾ എപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരിക. ഞാൻ എന്തുകൊണ്ട് ഇവിടെ എന്നത് ഡയറക്ട്ലി ഓണസ്റ്റ്ലി പറയുക. ജനറിക് ആയിട്ടുള്ള ഞാനൊരു ഫൈറ്ററാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ലൈൻസ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇനി ഒരു സ്പെസിഫിക് പേഴ്സണൽ സ്റ്റോറി ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ട്. അത് നിങ്ങളുടെ സ്റ്റോറി, ആ സ്ട്രഗിൾസ്, അവിടുത്തെ ടേണിംഗ് പോയിന്റ്സ്, ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പ്രസന്റ് ചെയ്യുക. പിന്നെ ഈ ജഡ്ജസ് നിങ്ങളുടെ ഒരു മെന്റൽ എജിലിറ്റിയും അതുപോലെ ഹ്യൂമറും ഒക്കെയാണ് നോക്കുന്നത്. സോ ഒരു ടച്ച് ഓഫ് വിറ്റ് ഉള്ള ഒരു മൊമെന്റ് നിങ്ങൾ ആ വീഡിയോയ്ക്ക് ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ ക്വാളിറ്റിക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല, പക്ഷെ ഓഡിയോ ക്ലിയർ ആയിരിക്കണം, നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഇന്റർവ്യൂ റൗണ്ടാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു റൗണ്ടിൽ ഒരുപാട് പേർക്ക് തോൽവി സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ഓവർ ടോക്കിംഗ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ പേടിച്ച് പാനിക് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ മറ്റുള്ളവരെ ഒന്നും ഇന്ററപ്റ്റ് ചെയ്യാതെ പക്ഷെ ആ ഒരു സ്പേസ് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കണം. എനിക്കിവിടെ ഒരു സ്പേസ് ഉണ്ട്, അത്രയും പേരുടെ ഇടയിൽ ഞാനും ഇവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയും വേണം. സോ ജഡ്ജസ് നോക്കുന്നത് ആ ഒരു സ്പോട്ട് ലൈറ്റിലെ ഒരു സ്നാച്ച് മാത്രമായിരിക്കത്തില്ല. പകരം നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ടീമിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നത് എന്നുകൂടിയാണ്. ഇനി ഇന്റർവ്യൂവിൽ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, മോട്ടിവേഷൻ ഇൻ ദ സെൻസ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു മോട്ടിവേഷനെ കുറിച്ച്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. ഒരു ഡിസഗ്രിമെന്റ് വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് സംസാരിച്ച് അതിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, മുന്നോട്ട് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വേണം പോകാൻ. പിന്നെ ഓണസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ഈ ജഡ്ജസിന് അത് ഓൾമോസ്റ്റ് ജഡ്ജസ് എന്ന് പറയുന്നത് പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ അവർക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെയൊക്കെ പെരുമാറി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നൊക്കെ ഈ പറയുന്ന ജഡ്ജസിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് പിടികിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കള്ളത്തരം കാണിച്ചൊരു കാര്യം പറയാൻ നിൽക്കരുത്. പകരം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തെ വളരെ വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത്. ആ ഒരു കടമ്പ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓക്കെയാണ്. പിന്നീട് ഒരു ടാസ്ക് റൗണ്ട് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ റെഡ് സിഗ്നൽ ഒക്കെ ഉള്ള ഒരു സ്റ്റേജ് ആണത്. അപ്പോൾ അവിടെ ഫിസിക്കൽ ടാസ്ക് നിങ്ങൾ ഗിവിങ് അപ്പ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടുന്നതിന്റെ മെയിൻ കാരണം ഇതിന്റെ ഒരു കംപ്ലീഷൻ അല്ല, പകരം എത്രത്തോളം എഫേർട്ട് നിങ്ങൾ എടുക്കുന്നു. ഇപ്പം ബിഗ് ബോസിലാണെങ്കിൽ തന്നെ ഷാനവാസ് കഴിഞ്ഞ സീസണിൽ ഈ ടാസ്കിനകത്ത് നിന്നൊക്കെ കുറെ മാറി നിന്നു, അത്ര വലിയ എഫേർട്ടൊന്നും എടുത്തില്ല. പക്ഷേ ഈ അങ്ങനെ എടുത്താലും എടുത്തില്ലേലും നമുക്ക് ഈ പറയുന്ന ഓഡിയൻസിന്റെ ഇടയിൽ ഒരു സംസാര വിഷയമാകാം. പക്ഷെ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അതൊരു ബ്ലാക്ക് മാർക്ക് ആണ് കേട്ടോ. പിന്നെ ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഫോഴ്സ്ഡ് ആയിട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതായത് കോമഡി ഒന്നും പറയാൻ തോന്നിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജഡ്ജസ് എന്തെങ്കിലും ഒരു പൊട്ട കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ചിരിച്ചു കൊടുക്കരുത്. കാരണം നിങ്ങളുടെ നിലപാട് ജഡ്ജസിന്റെ മുന്നിലും കറക്റ്റ് ആയിട്ട് കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. ഇനി ഒരു വേഴ്സ്റ്റ് പ്ലെയർ ആവാതിരിക്കുക. അതിന് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ ഓക്കെ ഒരു ഔട്ടായി പോയാലും കുഴപ്പമില്ല, പക്ഷെ അടുത്ത സീസണിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ നിങ്ങളൊരു വേഴ്സ്റ്റ് പ്ലെയർ ആയി പോകരുത്. അതായത് പാസീവായിട്ട് നിൽക്കരുത്. ഓരോ ടാസ്കിലും വിസിബിൾ ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ക്യാമറയ്ക്ക് കാണാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് സാധാരണ ഈ യെല്ലോ കാർഡ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് അവർക്കായിരിക്കും. അങ്ങനെ ആവാതിരിക്കുക. ഇനി എത്ര ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത് എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പറഞ്ഞാൽ തെലുഗു അഗ്നി പരീക്ഷയിലാണെങ്കിൽ പോലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഒരിടത്തും പബ്ലിഷ് ചെയ്തിട്ടില്ല. പകരം ഈ പറയുന്ന ഒരു ഫോർമൽ ക്യൂസ് അങ്ങനെയൊന്നും അല്ലല്ലോ. പകരം കോൺവെർസേഷണൽ ഇന്റർവ്യൂസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു നോർമൽ സില്ലി ക്വസ്റ്റ്യൻസ് വരെ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ അതിനെ കാണണം. ഒരു എക്സാക്ട് നമ്പർ ചോദ്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവത്തില്ല. പക്ഷേ ഒരു ഒബ്സർവ്ഡ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം തീമുകളിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതായത് ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഐഡന്റിറ്റി ആൻഡ് മോട്ടിവേഷൻ ആ ഒരു തീമിലാണെന്നുണ്ടെങ്കിൽ നീ ആരാണ്, എന്തുകൊണ്ടാണ് നീ ഈ ഒരു ഷോയിലേക്ക് വരാൻ തീരുമാനിച്ചത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ പേഴ്സണൽ സ്ട്രഗിൾസ്, ജീവിതത്തിൽ ഒരു ചലഞ്ച്, അത് എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം.
പിന്നെ കോൺഫ്ലിക്റ്റുകൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു ഡിസഗ്രിമെന്റ് വന്നു, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ ഗ്രൂപ്പ് മുഴുവനായിട്ട് നിങ്ങളെ എതിർക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഇനി സെൽഫ് അവയർനെസ്. ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലസ് പോയിന്റ്സ് മാത്രമല്ല നോക്കേണ്ടത്, പകരം നീ ഏറ്റവും കൂടുതൽ വീക്ക് ആയിട്ടുള്ളത് എവിടെയാണ് ആ ഒരു കാര്യം കൂടെ നോക്കണം. അതായത് എനിക്ക് ഇമോഷണലി ഞാൻ കുറച്ച് മോശമാണ്, എനിക്ക് പെട്ടെന്ന് വിഷമം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടും. പക്ഷേ ദേഷ്യപ്പെടുന്ന എൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് ഓണസ്റ്റ്ലി എൻ്റെ ദേഷ്യമൊന്നും അല്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ട്രിഗർ ആയി പോകുന്നതാണ്, എന്നെ പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയുള്ള വീക്ക് പോയിന്റ്സുകൾ പറയുക. ഇനി ഹ്യൂമർ ടെസ്റ്റ് ഉണ്ട്. അതായത് സഡൻ ആയിട്ട് നിങ്ങൾക്കൊരു സെനറിയോ തന്നിട്ട് ആ സെനറിയോ അനുസരിച്ച് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കും. ഇത് ഞാൻ പറയുന്നത് ഒരു പ്രഡിക്ഷൻ ആയിട്ട് മാത്രമാണ്. ഒഫീഷ്യലായിട്ട് ലീക്ക്ഡ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ ഒരു എക്സാക്ട് ക്വസ്റ്റ്യൻസോ അങ്ങനെ ഒരു പാറ്റേണോ ഇല്ല. ഇതെല്ലാം നമുക്ക് ഒരു മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പറയുന്ന തെലുങ്ക് ബിഗ് ബോസിൽ നിന്നിട്ടാണ്. ഓക്കെ, ഇനി ഈ അഗ്നിപരീക്ഷ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ് ആകാൻ, അതായത് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സീസൺ ഉറപ്പായിട്ടും ഈ ഒരു മിനി ബിഗ് ബോസ്, അതായത് ഈ ഒരു അഗ്നിപരീക്ഷയിൽ ഇരിക്കുകയാണ്. കോമണേഴ്സ് മാത്രമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അപ്പൊ ആ കോമണേഴ്സിന്റെ ഇടയിൽ അവർക്കൊരു ഫാൻ ബേസ് ക്രിയേറ്റഡ് ആവും. അപ്പോൾ അടുത്ത ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ബിഗ് ബോസ് സീസൺ 8 വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമണർ എന്നോ അല്ലെങ്കിൽ ഓർഡിനറി പേഴ്സൺ എന്നോ ഒരു വേർതിരിവ് ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ മിനി ബിഗ് ബോസിലൂടെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫാൻ ബേസ് ബിഗ് ബോസിന്റെ ഈ ഒരു അഗ്നിപരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെലിബ്രിറ്റി ആയിട്ടായിരിക്കും ബിഗ് ബോസ് സീസൺ 8 പോകുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. പിന്നെ എന്തായാലും കഴിഞ്ഞ സീസണെക്കാട്ടിയൊക്കെ ഈ സീസണിൽ PR വർക്ക് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഒരു ലൈം ലൈറ്റിലേക്ക് വരിക എന്നുള്ളതാണ് പല മത്സരാർത്ഥികളുടെ ആവശ്യം എന്ന് പറയുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിബി ഗ്രാൻഡ്മയുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.